ഹോശേയ അധ്യായം 7. ഞാൻ ഇസ്രയേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രയീമിൻ്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്ത് കള്ളൻ കടക്കുന്നു, പുറത്ത് കവർച്ചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. അവരുടെ ദുഷ്ടതയൊക്കെയും ഞാൻ ഓർക്കുന്നു എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു, അവ എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. അവർ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഭോഷ്ക് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. അവർ എല്ലാവരും വ്യഭിചാരികൾ ആകുന്നു. അപ്പക്കാരൻ ചൂടുപിടിക്കുന്ന അപ്പക്കൂട് പോലെ ഇരിക്കുന്നു. മാവ് കുഴച്ചതു മുതൽ അത് പുളിക്കുവോളം തീയെരിക്കാതിരിക്കും. നമ്മുടെ രാജാവിൻ്റെ ദിവസത്തിൽ പ്രഭുക്കന്മാർക്ക് വീഞ്ഞിൻ്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. അവൻ പരിഹാസികളോട് കൂടെ കൈനീട്ടുന്നു. അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു. അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവനും ഉറങ്ങുന്നു, രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. അവരൊക്കെയും അപ്പക്കൂട് പോലെ ചൂടുപിടിച്ച് തങ്ങളുടെ ന്യായാധിപതിമാരെ തിന്നുകളയുന്നു. അവരുടെ രാജാക്കന്മാർ ഒക്കെയും വീണിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്നോട് അപേക്ഷിക്കുന്നവൻ ആരുമില്ല. എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു. അന്യജാതികൾ അവൻ്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവൻ അറിയുന്നില്ല. അവന് അവിടെ നരച്ചിരിക്കുന്നു, എങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രയേലിൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടും ഇല്ല. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാകുന്നു. അവർ മിസ്രയീമിനെ വിളിക്കുകയും അശ്ശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. അവർ പോകുമ്പോൾ ഞാൻ എൻ്റെ വല അവരുടെ മേൽ വീശും. ഞാൻ അവരെ ആകാശത്തിലെ പറവകളെ പോലെ താഴെ വരുത്തും. അവരുടെ സഭയെ കേൾപ്പിച്ചതുപോലെ ഞാൻ അവരെ ശിക്ഷിക്കും. അവർ എന്നെ വിട്ട് ഓടിപ്പോയതുകൊണ്ട് അവർക്കയ്യോ കഷ്ടം. അവർ എന്നോട് അതിക്രമം ചെയ്യുക കൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യവും വീഞ്ഞും നിമിത്തം ഒന്നിച്ചു കൂടുന്നു. അവർ എന്നോട് മത്സരിക്കുന്നു. ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ചിട്ട് ബലപ്പെടുത്തിയിട്ടും അവർ എൻ്റെ നേരെ ദോഷം നിരൂപിക്കുന്നു. അവർ തിരിയുന്നു, മേലോട്ട് അല്ലതാനും. അവർ വഞ്ചനയുള്ള വില്ല് പോലെ ആകുന്നു. അവരുടെ പ്രഭുക്കന്മാർ നാവിൻ്റെ ക്രോധം നിമിത്തം വാളുകൊണ്ട് വീഴും. അത് മിസ്രയീം ദേശത്ത് അവർക്ക് പരിഹാസ ഹേതുവായിത്തീരും. അധ്യായം 8. അവർ എൻ്റെ നിയമത്തെ ലംഘിച്ചു. എൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തതുകൊണ്ട് കാഹളം വായിൽ വയ്ക്കുക. കഴുകനെ പോലെ യഹോവയുടെ ആലയത്തിന്മേൽ ചാടി വീഴുക. അവർ എന്നോട്, ദൈവമേ, ഇസ്രയേലാകുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നു എന്ന് നിലവിളിക്കുന്നു. ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ശത്രു അവനെ പിന്തുടരട്ടെ. അവർ രാജാക്കന്മാരെ വാഴിച്ചു, ഞാൻ മുഖാന്തരം അല്ലതാനും. ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അവർ ഛേദിക്കപ്പെടേണ്ടതിന് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ശമര്യയെ, നിന്റെ പശുക്കിടാവിനെ അവൻ വെറുക്കുന്നു. എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിക്കുന്നു. അവർക്ക് കുറ്റമില്ലായ്മ എത്രത്തോളം സാധ്യമായിരിക്കും? ഇത് ഇസ്രയേലിൻ്റെ പണി തന്നെ. ഒരു കൗശലപ്പണിക്കാരൻ അതിനെ ഉണ്ടാക്കി. അത് ദൈവമല്ല. ശമര്യയുടെ പശുക്കിടാവ് നുറുങ്ങിപ്പോകും. അവർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും. അതിന് തണ്ടില്ല. ഞാറ് മാവിനെ നൽകുകയുമില്ല. നൽകിയാലും അന്യജാതികൾ അതിനെ വിഴുങ്ങിക്കളയും. ഇസ്രയേലിനെ വിഴുങ്ങിപ്പോയി. അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെ ഇരിക്കുന്നു. അവർ തനിച്ച് നടക്കുന്ന കാട്ടുകഴുത പോലെ അശ്ശൂരിലേക്ക് പോയി. എഫ്രയീം ജാരന്മാരെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു. അവർ ജാതികളുടെ ഇടയിൽ നിന്ന് ജാരന്മാരെ കൂലിക്ക് വാങ്ങിയാലും ഞാൻ ഇപ്പോൾ അവരെ കൂട്ടും. അവർ പ്രഭുക്കന്മാരുടെ രാജാവിൻ്റെ ചുമടിൻ കീഴിൽ വേഗത്തിൽ വേദനപ്പെടും. എഫ്രയീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. അവർ എൻ്റെ അർപ്പണയാഗങ്ങളെ അറുത്ത് മാംസം തിന്നുന്നു, എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല. ഇപ്പോൾ അവൻ അവരുടെ അകൃത്യം ഓർത്ത്
അവരുടെ പാപം സന്ദർശിക്കും. അവർ മിസ്രയീമിലേക്ക് മടങ്ങി പോകേണ്ടി വരും. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. യഹൂദ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവൻ്റെ പട്ടണങ്ങളിൽ തീ അയക്കും, അത് അവയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അധ്യായം 9. ഇസ്രായേലെ, നീ നിന്റെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു നടക്കുകയും ധാന്യക്കളങ്ങളിൽ ഒക്കെയും വേശ്യാസമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കയാൽ നീ ശേഷം ജാതികളെപ്പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത്. കളവും ചക്കും അവരെ പോഷിപ്പിക്കുകയില്ല, പുതുവീഞ്ഞ് അതിൽ ഇല്ലാതെയാകും. അവർ യഹോവയുടെ ദേശത്ത് പാർക്കുകയില്ല. എഫ്രയീം മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയും അശൂരിൽ വെച്ച് മലിനമായത് തിന്നുകയും ചെയ്യും. അവർ യഹോവയ്ക്ക് വീഞ്ഞു പകർന്നു അർപ്പിക്കുകയില്ല. അവരുടെ ഹനനയാഗങ്ങൾ അവന് പ്രസാദമായിരിക്കുകയുമില്ല. അവരുടെ അപ്പം അവർക്ക് വിലാപത്തിൻ്റെ അപ്പം പോലെയിരിക്കും. അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായിത്തീരും. അവരുടെ അപ്പം വിശപ്പടക്കുവാൻ മാത്രം അവർക്കുതകും. അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല. സഭായോഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്തു ചെയ്യും? അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ മിസ്രയീം അവരെ കൂട്ടിച്ചേർക്കും. മോഫ് അവരെ അടക്കം ചെയ്യും. അവരുടെ വെള്ളി കൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്ക് അവകാശമാകും. മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും. സന്ദർശനകാലം വന്നിരിക്കുന്നു, പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. നിന്റെ അകൃത്യ ബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനും എന്ന് ഇസ്രായേൽ അറിയും. എഫ്രയീം എൻ്റെ ദൈവത്തിൻ്റെ നേരെ പതിയിരിക്കുന്നു. പ്രവാചകനോ അവൻ്റെ എല്ലാ വഴികളിലും വേട്ടക്കാരൻ്റെ കണിയും അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ പകയും നേരിടും. ഗിബെയയുടെ കാലത്ത് എന്ന പോലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു. അവൻ അവരുടെ അകൃത്യം ഓർത്ത് അവരുടെ പാപം സന്ദർശിക്കും. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിൽ ആദ്യം ഉണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽപെയോരിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു. അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു. എഫ്രയീമിൻ്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോൽപാദനമോ ഒന്നും ഇല്ലാതെയാകും വണ്ണം ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകും. അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തനും ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും. ഞാൻ അവരെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം. ഞാൻ എഫ്രയീമിനെ സോർ വരെ കണ്ടെടുത്തോളം അത് മനോഹര സ്ഥലത്തുള്ളൊരു നടുതലയാകുന്നു. എങ്കിലും എഫ്രയീം തൻ്റെ മക്കളെ ഘാതകൻ്റെ അടുക്കൽ പുറത്ത് കൊണ്ടു ചെല്ലേണ്ടി വരും. യഹോവേ, അവർക്ക് കൊടുക്കണമേ. നീ എന്തു കൊടുക്കും? അലസിപ്പോകുന്ന ഗർഭവും വരണ്ട മുലയും അവർക്ക് കൊടുക്കണമേ. അവരുടെ ദുഷ്ടതയൊക്കെയും ഗിൽഗാലിൽ സംഭവിച്ചു. അവിടെ വെച്ച് അവർ എനിക്ക് വെറുപ്പായി. അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എൻ്റെ ആലയത്തിൽ നിന്ന് അവരെ നീക്കിക്കളയും. അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികളത്രേ. എഫ്രയീമിന് പുഴുക്കുത്തു പിടിച്ചു, അവരുടെ വേർ ഉണങ്ങിപ്പോയി. അവർ ഫലം കായ്ക്കയില്ല. അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും. അവർ എൻ്റെ ദൈവത്തെ അനുസരിക്കായ്ക കൊണ്ട് അവൻ അവരെ തള്ളിക്കളയും. അവർ ജാതികളുടെ ഇടയിൽ ഉഴന്ന് നടക്കേണ്ടി വരും. അധ്യായം 10. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി ആകുന്നു. അവൻ ഫലം കായ്ക്കുന്നു. തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി. അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ കുറ്റക്കാരായിത്തീരും. അവൻ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയുകയും അവരുടെ വിഗ്രഹ സ്തംഭങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ അവൻ നമുക്ക് രാജാവില്ല, നാം യഹോവയെ ഭയപ്പെടുന്നില്ലല്ലോ, രാജാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും എന്ന് പറയും. അവർ വ്യർത്ഥവാക്കുകൾ സംസാരിച്ച് ഉടമ്പടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു. അതുകൊണ്ട് ന്യായവിധി വയലിലെ ഉഴച്ചാലുകളിൽ നഞ്ചുചെടി പോലെ മുളച്ചു വരുന്നു. ശമരിയ നിവാസികൾ ബേത്താവനിലെ കാളക്കുട്ടിയെക്കുറിച്ച് പേടിക്കുന്നു. അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു.
അതിൻ്റെ പൂജാരികൾ അതിനെക്കുറിച്ചും അതിൻ്റെ മഹത്വം അതിനെ വിട്ടുപോയതുകൊണ്ട് അതിനെക്കുറിച്ചും വിറയ്ക്കുന്നു. അതിനെയും യുദ്ധതൽപരനായ രാജാവിന് സമ്മാനമായി അശ്ശൂരിലേക്ക് കൊണ്ടുപോകും. എഫ്രയീം ലജ്ജ പ്രാപിക്കും, ഇസ്രായേൽ തൻ്റെ ആലോചനയെക്കുറിച്ച് ലജ്ജിക്കും. ശമര്യയോ അതിൻ്റെ രാജാവ് വെള്ളത്തിലെ ചുള്ളി പോലെ നശിച്ചു പോകും. ഇസ്രയേലിൻ്റെ പാപമായിരിക്കുന്ന അവനിലെ പൂജാഗിരികൾ നശിച്ചു പോകും. മുള്ളും പറക്കാരെയും അവരുടെ ബലിപീഠങ്ങളിന്മേൽ മുളയ്ക്കും. അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയും. ഇസ്രായേലെ, ഗിബെയയുടെ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു. അവർ അവിടെ തന്നെ നിൽക്കുന്നു. ഗിബെയയിൽ നീതികെട്ടവരോടുള്ള പട അവരെ എത്തിപ്പിടിച്ചില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ശിക്ഷിക്കും. അവരെ അവരുടെ 2 അകൃത്യം നിമിത്തം ശിക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നേരെ കൂടിവരും. എഫ്രയീം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു. ഞാൻ അതിൻ്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വയ്ക്കും. ഞാൻ എഫ്രയീമിനെ നുകത്തിൽ പിണയ്ക്കും. യഹൂദ ഉഴുകയും യാക്കോബ് കട്ട ഉടയ്ക്കുകയും ചെയ്യേണ്ടി വരും. നീതിയിൽ വിതപ്പിൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവിൻ. നിങ്ങളുടെ തരിശുനിലം ഉഴുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അതിനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. നിങ്ങൾ ദുഷ്ടത ഉഴുത് നീതികേട് കൊയ്ത് ഭോഷ്കിൻ്റെ ഫലം തിന്നിരിക്കുന്നു. നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു കലഹം ഉണ്ടാകും. യുദ്ധദിവസത്തിൽ ശൽമാൻ ബേത്ത് അർബേലിനെ നശിപ്പിച്ചതുപോലെ നിന്റെ എല്ലാ കോട്ടകൾക്കും നാശം വരും. അവർ അമ്മയെ മക്കളോടുകൂടെ തകർത്ത് കളഞ്ഞുവല്ലോ. അങ്ങനെ തന്നെ അവർ നിങ്ങളുടെ മഹാദുഷ്ടത നിമിത്തം ബേഥേലിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും. പുലർച്ചയ്ക്ക് ഇസ്രായേൽ രാജാവ് അശേഷം നശിച്ചു പോകും.